അന്ന് ഭരണഭാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് വി ഡി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ടാക്സ് ടെററിസം അഥവാ നികുതി ഭീകരത എന്നായിരുന്നു വിശേഷണം. MLA ഹോസ്റ്റലിൽ നിന്നും നിയമസഭയിലേക്ക് സൈക്കിൾ ചവിട്ടിയടക്കം പ്രതിപക്ഷ സമരങ്ങൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. റോൾ മാറി. അന്നത്തെ പ്രതിപക്ഷക്കാർ സമരക്കാർ ഇന്ന് 102 സീറ്റുകളുമായി ഭരണത്തിൽ. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരം ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിന്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. അപ്പൊ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പൊ ഉപദേശിച്ചത്? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. പണ്ട് ഐസക് എന്തോ പറഞ്ഞു എന്ന് പരിചയമാക്കി നികുതി കുറയ്ക്കില്ലെന്ന്. ക്ഷേമ പെൻഷന്റെ പേരും പറഞ്ഞ് ജനത്തിന്റെ മണ്ടക്കടിച്ച് അധിക നികുതി പോലും കുറയ്ക്കില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പരോക്ഷ പ്രഖ്യാപനം. ഒരു പ്രത്യേക ജീവിതമല്ലേ. അക്ഷരാർത്ഥത്തിൽ ജനത്തെ കൊള്ളയടി. ആഴ്ചയ്ക്ക് റോക്കറ്റ് പോലെ മേൽപോട്ടാണ് വില. ജനം കഷ്ടപ്പെടുമ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കും അന്നത്തെ സർക്കാരിനോട് കണിശമായി ചോദിച്ച ചോദ്യം നടപ്പാക്കുമോ എന്നതാണ്, പറഞ്ഞ വാക്ക് പാലിക്കുമോ എന്നതാണ് ചോദ്യം. അതിന് ഐസക് എപ്പോഴോ പറഞ്ഞതല്ല മറുപടി. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തി. വസതിയിലേക്ക് നികുതി കുറയ്ക്കുമെന്ന ചോദ്യത്തിന് എല്ലാ ആഴ്ചയും വില കൂടുകയാണ്, അതുകൊണ്ട് എന്തോ കൺഫ്യൂഷൻ, ഇമ്പാക്ട് പഠിക്കണം എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. വില ഇങ്ങനെ കുത്തനെ കൂടുമ്പോൾ ജനം നട്ടപ്രാന്തെടുത്ത് കഷ്ടപ്പെടും എന്നതിന് അത്രയും പഠനത്തിന്റെ കാര്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഇവന്റെ അടവല്ലേ. ഏത് സാധാരണ രാഷ്ട്രീയക്കാരന് മനസ്സിലാവുന്ന കാര്യമല്ലേ. കഴിഞ്ഞ സർക്കാർ അടിച്ചേൽപ്പിച്ച 2 രൂപ ഇനിയില്ല എന്ന പ്രഖ്യാപനം നടത്താനുള്ള ബുദ്ധിമുട്ട് എന്താണ്? ഒന്ന്, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 2 ആഴ്ച പിന്നിടുന്നേ ഉള്ളൂ. ഈ കേട്ട് ഞാൻ മടുത്തു. നിലവിലെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് ധവളപത്രം തയ്യാറാക്കുന്നത്. അത് പുറത്തു വരികയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ പുറത്തു നിന്ന് ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുന്നുവെന്ന് ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞവരാണ്. എന്നാൽ പൂച്ചയല്ല അവിടെ പെറ്റി കിടക്കുന്നത്, അവിടെ കാട്ടുപന്നിയാണ് പെറ്റി കിടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം. അപ്പൊ ആ യാഥാർത്ഥ്യത്തെ കുറച്ചുകൂടി ഒരു ബേസോട് കൂടി അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം, കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ മുമ്പിൽ അത് എടുത്തു വെക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതിനുകൂടിയാണ് ഞങ്ങൾക്ക് മാൻഡേറ്റ് നൽകിയിരിക്കുന്നത്. ഒരു ഇമോഷണൽ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ കൂടുന്ന കാര്യമല്ല പറയുന്നത്. ഇപ്പൊ ഇന്ധനവില ആഴ്ചയ്ക്ക് മേപ്പോട്ട് കൂടുന്ന കാര്യമല്ല പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കൂടിയതിന്റെ കണക്ക് നോക്കി തലവരിക്കും. ആ കാര്യമല്ല പറയുന്നത്. അതൊന്നും ഇല്ലാതെ 2 രൂപ അധികമായി അടിച്ചേപ്പിച്ചു ഇല്ലേ? ആ 2 രൂപ കട്ട് ചെയ്താൽ തന്നെ 10,500 രൂപ കൂടി ലാഭം ഇപ്പോഴുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എങ്ങനെ ഈ പറയുന്ന ഇപ്പൊ ആഴ്ചക്കാഴ്ച കൂടുതൽ സംസ്ഥാന ഖജാനയിലേക്ക് കൂടി അധിക നികുതിയുടെ ഇമ്പാക്ട് വന്ന് വീഴുന്നുണ്ട്. ആ 2 രൂപ ഒരു സംഘടനയിൽ അത് എടുത്തു കളയാൻ ആവശ്യപ്പെട്ടവരാണ് നിങ്ങൾ. അത് ചെയ്യണ്ടേ വസന്ത്? നിന്റെ വേഷം കിട്ടുന്ന എന്റെ അടുത്ത് വേണ്ട. ഇപ്പൊ നമ്മൾ വിലക്കയറ്റത്തെ നമുക്ക് പെട്രോൾ വില എടുത്തു മാറ്റിക്കൊണ്ട് മാത്രമല്ല എന്ത് ചെയ്യാൻ പറ്റുക, ഡിഫെൻഡ് ചെയ്യാൻ പറ്റുക. വിലക്കയറ്റം സർവ്വവ്യാപിയായി മാറിയിരിക്കുകയാണ്. ഏകദേശം ഈ പറയുന്ന പെട്രോൾ ഡീസൽ പ്രൈസ് ഹൈക്ക് മാത്രമല്ല, നമുക്ക് ഇപ്പോ 10 രൂപയ്ക്ക് പൊറോട്ട കഴിച്ചിരുന്നിടത്ത് ഇന്ന് 15 രൂപ കൊടുക്കണം അല്ലെ? ഒരു ചായക്ക് 15 to 20 രൂപയാണ് സാധാ കടകളിലേക്ക് വർദ്ധിച്ച് 5 രൂപ. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? ആ മാർക്കറ്റ് എന്താണ് ആവശ്യം? അതിന് സപ്ലൈകോകൾ. ഇതെല്ലാം ആയിക്കോട്ടെ. എന്റെ ചോദ്യം ശരിയാണ്. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള ഭാഷയല്ല ഭരണത്തിലിരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ആ ഭാഷയിലെ സ്വരമാറ്റം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അത് ഒരുപക്ഷെ സ്വാഭാവികമാകും താനും. എന്റെ ചോദ്യം, ഈ 2 രൂപ എന്ന് പറയുന്നത് അക്രമമാണ്, ഇത് കൊള്ളയാണ്, അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യന്മാരെ പിടിച്ചുപറിക്കലാണ്, ഇത് ശാസ്ത്രീയമല്ല എന്നൊക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞവരല്ലേ നിങ്ങൾ? ആ 2 രൂപ കട്ട് ഓഫ് ചെയ്യുന്നതിന് എന്താണ് നിങ്ങൾക്ക് മുന്നിലെ തടസ്സം, പ്രതിബന്ധം? ആരെയാണോ കളിയേണ്ടത്? ഇപ്പൊ നിലവിലെ അവസ്ഥയിൽ സർക്കാരിന് വലിയ കടബാധ്യതയുണ്ട്. ആ കടബാധ്യത ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ പൊതുവിതരണ സംവിധാനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. സപ്ലൈകോയിലുണ്ട്, നെല്ല് സംരംഭകർക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ വലിയ കടം ഈ കഴിഞ്ഞ സർക്കാർ ഇറക്കി വെച്ചിട്ട് തോളിലേക്ക് വിഴുപ്പ് ഭാണ്ഡം എടുത്തു വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതങ്ങ് ചുമന്നുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പൊതു സംവിധാനത്തെ മുഴുവൻ തകർക്കുന്നതിലേക്ക് പോകും. നിന്റെ ഉടായ്പൊടിയൊന്നും എന്റെ അടുത്ത് വേണ്ട. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഞാനൊക്കെ രൂക്ഷമായ വിമർശനമാണ്. ധനമന്ത്രി കെ എൻ ഗോപാലഗോപാലിനെ കഠിനമായ ഭാഷ വിമർശനമാണ് 2 രൂപ അധികം നികുതി. കാരണം എന്താണ്? അന്ന് കോവിഡിന്റെ ബാക്കി സമയമാണ്. ഇങ്ങോട്ട് ജനം അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അതിനിടയിൽ ഇന്ധനവില അങ്ങ് പീക്ക് നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് 2 രൂപ വർധന. അന്ന് എനിക്കൊപ്പം ഞാൻ പറഞ്ഞ നിലപാടുകൾ ശരിയാണെന്ന് വാദിച്ചവരാണ് നിങ്ങൾ. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അപ്പൊ അന്ന് CPM പറഞ്ഞ എന്താണ്? അന്ന് താങ്കളുടെ സീറ്റിലിരുന്ന ഭരണപക്ഷക്കാരനായ CPM പ്രതി പറഞ്ഞ എന്താണ്? ഇവിടെ കേന്ദ്ര സർക്കാർ നമ്മളെ ഫണ്ടില്ലാതെ നമ്മളെ കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു, നമുക്ക് വരുമാനം വേണ്ടേ, ക്ഷേമ പെൻഷൻ കൊടുക്കണ്ടേ, അതുകൊണ്ട് 2 രൂപ എന്നാണ് പറയുന്നത്. അതേ ഭാഷ താങ്കൾ ഇപ്പോൾ പറയാണ്. അത് തന്നെയാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്. അപ്പൊ അത് പിടിച്ചുപറിയല്ല എന്ന നിലപാട് മാറ്റം നിങ്ങൾക്കുണ്ടായോ? രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ ഈ 2 രൂപ അധിക സെസ് കട്ട് ഡൗൺ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പൂർണ്ണമായും. ഞങ്ങൾ പറഞ്ഞെന്താ അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിൽ എന്ന് ഞങ്ങൾക്ക് പഠിക്കണം. അതിന് ഒരാഴ്ച സമയം തന്നെ. ഒരാഴ്ചക്കുള്ളിൽ ധവളപത്രം വരില്ലേ? അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പിടിച്ചുപറി എന്ന് വിളിച്ചതാണ് സെസ്. അതിനാവശ്യമായ പണം ആവശ്യമാണ്. അന്ന് നിങ്ങൾ പിടിച്ചുപറി എന്ന് വിശേഷിപ്പിച്ചാണ് സെസ്. അന്ന് ഞാൻ പിടിച്ചുപറി എന്ന് വിശേഷിപ്പിച്ചാണ് സെസ്. ആ പിടിച്ചുപറി ഇപ്പോഴും നിങ്ങളുടെ സർക്കാർ തുടരുകയാണ്. ആ പിടിച്ചുപറി സർക്കാർ ഭരണം മാറി പിടിച്ചുപറി അല്ലാതായോ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അങ്ങനെ എടുത്തു ചാടി വൈകാരികമായി ഇമോഷണൽ ഡിസിഷൻസ് എടുത്ത് മാർക്കറ്റിനെ, ഇക്കണോമിയെ തകർക്കുക എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോകാൻ തൽക്കാലം സാധിക്കില്ലെന്നേ. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു.